നമസ്കാരം. രതീഷ് ജാൽമനിയാണ് കേട്ടോ. ഞാൻ ഈ തവണ കൊട്ടിയൂർക്ക് പോയിട്ടുള്ള വിവരണങ്ങളാണ് ഈ വീഡിയോയിൽ കേട്ടോ. കൊട്ടിയൂരിലെ ഐതിഹ്യം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ടിട്ട് മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് ഈ കൊട്ടിയൂർ ഉത്സവം നടക്കുന്നത്. 28 ദിവസങ്ങളിലായിട്ടാണ് ഉത്സവം. ഞങ്ങള് രാത്രി 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് ഇപ്പോൾ സമയം പുലർച്ചെ 3:45. ഞങ്ങളൊരു 4 മണിയോട് കൂടിയിട്ട് കൊട്ടിയൂരെത്തി. ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ഒരു 4:45 5 മണിയാവുന്ന സമയത്ത് ഞങ്ങള് ക്ഷേത്രത്തിലേക്ക് പോയി. ഇപ്പൊ ഈ കാണുന്നത് പുലർച്ചെ ഒരു 4:45 സമയമാണ് കേട്ടോ. ധാരാളം തീർത്ഥാടകര് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് കൂടുതൽ. നമുക്കത് സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ നമ്മളെ സംസ്ഥാനത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ധാരാളമായിട്ട് വരിക. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് രാവിലെ നേരെ ക്ഷേത്രത്തിലേക്ക് നീങ്ങി കേട്ടോ. 4 വർഷത്തിൽ മീതെ ആയിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട്. അപ്പൊ അന്ന് കുറച്ചും കൂടി തിരക്ക് കുറവായിരുന്നു. ഇപ്പോ ബാവലിപ്പുഴയിലൊന്നും വെള്ളം കുറവാണ്. എന്നാലും അതുപോലെ വലിയ വൃത്തികേട് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പോ പോകുന്ന സമയത്ത് അവസാന ഘട്ടമായി. ഞങ്ങൾ പോയതിന്റെ പിറ്റേ ദിവസം അവിടെ കഴിയുകയായിരുന്നു. രാവിലെ ഒരു 6:15 6:30 സമയത്ത് തീർത്ഥാടകര് അല്ലെങ്കിൽ ഭക്തജനങ്ങള് ഭക്തിയോട് കൂടിയിട്ട് പ്രദക്ഷിണം വയ്ക്കുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത്. കൊട്ടിയൂരിലെ ആ ഒരു പ്രകൃതി ഭംഗി അത് നമുക്ക് ഒരാൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവിടെ പോയി കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗിയും ആ ഒരു സമയത്തുള്ള നമ്മൾക്കുള്ള ആ ഒരു അനുഭവം അതവിടെ പോയി അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ഭണ്ണാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവം എന്നും, തിരുവോണം മുതൽ ആയില്യം വരെയുള്ള സമയം അല്ലെങ്കിൽ ആ ദിവസങ്ങൾ മനുഷ്യരുടെ ഉത്സവം എന്നും, മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് ഭക്തരുടെ വിശ്വാസം. ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതീദേവിയുടെ പിതാവായിട്ടുള്ള ദക്ഷൻ യാഗം നടത്തിയ സ്ഥലത്താണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയുടെ കിഴക്കും വയനാട് ജില്ലയോട് ചേർന്നിട്ടാണ് ഈ കൊട്ടിയൂർ ദേശം. വളപട്ടണം പുഴയുടെ കൈവഴിയായിട്ടുള്ള ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ. പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടെ സ്ഥിരം ക്ഷേത്രമുണ്ട്. അവിടെ ഒരു മാസം പൂജകളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അറിവ്. വടക്ക് ഭാഗത്താണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഈ വൈശാഖ ഉത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂരില് ഉത്സവകാലത്തേക്ക് മാത്രമായിട്ടൊരു ക്ഷേത്രം കെട്ടിയുണ്ടാക്കും, ഓല കൊണ്ടൊക്കെ. ഉത്സവകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കരെ കൊട്ടിയൂരില് പൂജകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ക്ഷേത്രത്തിലെ ഉത്സവ ചിട്ടകളൊക്കെ ഏകീകരിച്ചിരിക്കുന്നത് ശങ്കരാചാര്യരാണ്. മേടമാസം വിശാഖം നാളില് ഉത്സവത്തെ കുറിച്ചിട്ട് ആലോചിക്കുന്നതിന് ഇക്കരെ കൊട്ടിയൂരിൽ പ്രാക്കുളം കൂടും. കൂടാതെ കൊട്ടിയൂരിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയുള്ള മണത്തണയിലെ ശ്രീപോർക്കലി ക്ഷേത്രത്തിന് അടുത്തുള്ള ആയില്യർകാവിലും ആലോചന നടക്കുന്നതാണ് ഇവിടുത്തുകാർ പറയുന്നത്. 28 ദിവസം നീളുന്ന വൈശാഖോത്സവം തീരുമ്പോ പൂജകൾ മുഴുവനാകരുതെന്നാണ് അത്ര വൈദിക വിധി. അങ്ങനെ ഏറെ വ്യത്യസ്തകൾ നിറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ, പറയാതെ വയ്യ. കൂവയില പറിച്ചെടുത്ത് ബാവലിപ്പുഴയിൽ സ്നാനം നടത്തി കൂവയിലയില് ബാവലി തീർത്ഥം ശേഖരിച്ചിട്ട് അക്കരെ ദേവസ്ഥാനത്തെത്തും. ആദ്യം തുടങ്ങുമ്പോൾ ഈ ബാവലി തീർത്ഥം സ്വയംഭൂവിലും മണത്തറയിലും തളിച്ച് ശുദ്ധി വരുത്തുന്നു. കുറിച്യരുടെ വാസസ്ഥലമായി മാറിയ കൊട്ടിയൂരില് ഒരിക്കൽ കുറിച്യ യുവാവ് തന്റെ അമ്പിന്റെ മൂർച്ച കൂട്ടാനായിട്ട് അവിടെ കണ്ട ഒരു ശിലയിൽ വരച്ചപ്പോ ആ ശിലയിൽ നിന്ന് രക്തം വാർന്നു എന്നുള്ളതാണ്. അത് അറിഞ്ഞെത്തിയ പടിനീറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടിയെന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം പറയുന്നത്. ഈ ഇടവത്തിലെ ചോദ്യനാൾ നടക്കുന്ന നെയ്യാട്ടാണ് ഉത്സവം അതോടുകൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാളെഴുന്നള്ളത്ത് ഇക്കരയിലെത്തും. സംഹാരരുദ്രനായിട്ടുള്ള വീരഭദ്രൻ ദക്ഷന്റെ ശിരസറുത്ത ശേഷം ചുഴറ്റി എറിഞ്ഞ വാൾ ചെന്നു വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം. കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവ് പിന്നെയാണ്. അത് ഈ വാൽ ഇക്കരെ ക്ഷേത്രത്തിൽ വച്ച ശേഷം പടിഞ്ഞാറ്റെ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അക്കരെ ക്ഷേത്രത്തിൽ അഞ്ച് നമ്പൂതിരിമാർ അല്ലെങ്കിൽ 5 കർമ്മികൾ ചേർന്ന് പഞ്ചപുണ്യാഹം കഴിച്ച്
ചോതി വിളക്ക് തെളിയിക്കത്രേ. ചോതി വിളക്ക് തയ്യാറാക്കുന്നത് 3 മൺതാലങ്ങളിൽ നെയ്യ് ഒഴിച്ചിട്ടാണ്. രാവിലെ തലശ്ശേരിക്കടുത്ത് എരുവട്ടി ക്ഷേത്രത്തിൽ നിന്ന് ഇതിനു വേണ്ട എണ്ണയും വിളക്കുതിരിയും കൊണ്ടുവരുത്രേ. ഈ ചടങ്ങ് കഴിഞ്ഞാൽ നാളം തുറക്കൽ എന്നാണ് പറയാ ഇതിന്. ഈ ഉത്സവം തുടങ്ങുന്നത് അഷ്ടബന്ധം നീക്കിക്കൊണ്ടാണ്. ഉത്സവം കഴിഞ്ഞാൽ പിന്നെ ബിംബം ചുറ്റുമണ്ണിട്ടിട്ട് മൂടുത്രേ. ഈ പിന്നെ അടുത്ത ഉത്സവം വരെ 11 മാസം നിത്യപൂജ ഇല്ല. ഉത്സവം തുടങ്ങി ആദ്യ 11 ദിവസം ശിവൻ കോപാകുലനായിരിക്കും. കോപം തണുക്കാൻ നീരഭിഷേകം, ഇളനീരഭിഷേകം, കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. മറ്റൊരു ക്ഷേത്രത്തിലില്ലാത്ത വേറൊരു ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലിംഗന പുഷ്പാഞ്ജലി. വിഗ്രഹത്തെ കുറുമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവ സാധനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും. പൂജകൻ ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ച് വിഗ്രഹത്തിൽ തല ചേർത്ത് നിൽക്കും. ഇത് സതി നഷ്ടപ്പെട്ട ശ്രീ പരമേശ്വരനെ ബ്രഹ്മാവ് സാന്ത്വനിപ്പിക്കുന്നതിന്റെ പ്രതീകമാണത്രേ ഈ ചടങ്ങ്. ഉത്സവത്തിന്റെ ഭാഗമായിട്ട് 2 ആനകളുടെ പുറത്ത് ശിവനെയും പാർവതിയെയും എഴുന്നള്ളിക്കും. ഈ മകനാൾ മുതൽ ക്ഷേത്രത്തില് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഈ ഓടപ്പൂ പറഞ്ഞിട്ടൊരു സമ്പ്രദായം ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വാങ്ങുന്നുണ്ട്. അപ്പൊ ഈ ദക്ഷന്റെ താടിയുടെ പ്രതീകമാണെന്നും പറയുന്നുണ്ട്, ശിവന്റെ ജഡയാന്നും പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങള് ഈ കൊട്ടിയൂരില് വ്യത്യസ്തമായിട്ട് ഉണ്ട്. എല്ലാ സമുദായക്കാരും കൂടി ചേർന്നിട്ട് നടത്തുന്ന ഒരു ഉത്സവം കൂടിയാണ് എന്ന് വേണമെങ്കിൽ ഈ കൊട്ടിയൂർ ഉത്സവം പറയാൻ പറ്റും. കാരണം ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനം ഈ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കൊട്ടിയൂരത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ ഇത് കൊട്ടിയൂരത്ത് നിന്ന് ഞങ്ങൾ നേരെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പോയി. അതുപോലെ മട്ടന്നൂർ ശിവക്ഷേത്രത്തിൽ പോയി. അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങൾ കൂടി പോയി. വഴിയെ ഞാൻ ഓരോ ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾ പങ്കുവെക്കാം. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഈ ഭാഗത്തുള്ള ആളുകളാണ്, അല്ലെങ്കിൽ കൊട്ടിയൂർക്ക് ഈ തവണ പോയിട്ടുള്ള ആളുകളാണ്, അവിടുത്തെ വിശേഷങ്ങൾ എന്തെങ്കിലും ഇതിൽ കൂടുതൽ പങ്കുവെക്കാനോ നിങ്ങൾക്ക് അവിടുത്തെ അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.